കേരളം കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്, വെന്തുരുകുകയാണ്. ഇപ്പോൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ അവിടെ മെട്രോയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. ഈ കൊടും ചൂടിലും നിരവധി പേരാണ് ചൂടിനെ വകവയ്ക്കാതെ തന്നെ ഈ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ? ദിലീപ് കുമാർ, ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ്. ഓരോ ദിവസവും അതിന്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. കൊച്ചിയിലാണെങ്കിൽ ഇപ്പോൾ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ കൊതുകൾ കയറുന്നു. അങ്ങനെ അടിമുടി ഒരു പ്രതിസന്ധി ഈ ഒരു ചൂടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പുമുക്കിലെ മെട്രോയുടെ ജോലി നടക്കുന്ന പ്രദേശത്താണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വലിയ വിഭാഗമാണ് ഈ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇവിടെ മെട്രോയുടെ ജോലികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചൂട് കാലത്തും അതിന് മാറ്റമില്ല. അപ്പോൾ 11 മണി മുതലാണ് സർക്കാർ പറഞ്ഞ ആ ഒരു സമയം നിയന്ത്രണം വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവർ പണി നിർത്തും. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ നല്ല വെയിലാണ്. ആ വെയിലത്ത് ജോലി ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുകളിലൊക്കെ ഇപ്പോഴും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എത്രയോ സമയമായി അതേ ഇതിൽ നിൽക്കുകയാണ്. മറ്റ് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ വെയിലിനെ മറികടക്കാവുന്ന ഒന്നും തന്നെ അവർക്കില്ല. അത്തരത്തിലുള്ള ഒരു ചിന്ത ഒരു പക്ഷേ ഇനിയും നമ്മളിലേക്കൊക്കെ എത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു സേഫ്റ്റി കൂടി വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടിയൊക്കെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചേട്ടാ, ഗർമി കൈസാ? गर्मी अभी ज़्यादा है। क्या अभी गर्मी ज़्यादा है तो क्या बोलने का। अभी 12 बजे काम बंद होता है, 2 बजे 2:30 बजे आते हैं काम। पानी वो सब मिलता है। शेड्यूल 12 बजे आते हैं, 2-2:30 बजे काम पे आते हैं। पानी पीनी सब फिल्टर का है, खाना पीना अच्छा है सब। ദിലീപ് കുമാർ, അപ്പോൾ ഇവർക്ക് വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 11 മണി കഴിയുമ്പോൾ അവർ ജോലി നിർത്തി പിന്നീട് ഒരു 2 മണിക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു ഷെഡ്യൂള്. പക്ഷേ അതിനുശേഷവും വെയിൽ താഴുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ സൂര്യാതപം ഏൽക്കാനൊക്കെയുള്ള സാധ്യത അത്രത്തോളം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് പറയാം. ഇവിടെയൊക്കെ തന്നെ ജോലികൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഈ ഇത്തരത്തിലുള്ള റോഡ് ചൂടായി അതിൻ്റെ ടാറിൻ്റെ പ്രതിസന്ധികൾ അങ്ങനെയുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഈ മെട്രോയുടെ ജോലികൾ നടക്കുന്നതിൻ്റെ പ്രയാസങ്ങളുണ്ട്. ഇതിലൂടെ തന്നെയാണ് ഒരു വലിയ മേഖല കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം കൊച്ചിയിൽ നിന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ AC എന്നുള്ളത് ഒരു ആഡംബര വസ്തു എന്നുള്ളതിൽ നിന്ന് ഒരു അത്യാവശ്യ വസ്തുവായി മാറുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു വൈദ്യുതി ഉപയോഗത്തെ അല്ലെങ്കിൽ വൈദ്യുതി നമുക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രതിസന്ധികൾ അത് പലപ്പോഴും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിയന്ത്രണം വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു ചൂടുകാലം കടന്നു പോകുന്നത്. ദിലീപ് കുമാർ, വെന്തുരുകുന്ന കേരളത്തിൻ്റെ നേർചിത്രങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് താപനില ഉയരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.